ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റോസ്റ്റ് ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ഒരു കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. നമുക്ക് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ പുറത്തൊരു ബ്ലാക്ക് കളറിലൊരു വെയിൻ ഉണ്ടാവും. അത് എടുത്ത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ചിലർ ഫ്രൈ ചെയ്തിട്ടും ചെയ്യാറുണ്ട്. ഞാൻ ജസ്റ്റ് ബോയിൽ ചെയ്തിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് നടുകീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബോള് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന പുളിയുടെ 1/4 ഭാഗം പുളി എടുത്താൽ മതി. അധികമായിട്ട് ഈ ഒരു റെസിപ്പിയിൽ പുളി പാടില്ല, ചെറിയൊരു പുളി ടേസ്റ്റേ പാടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ. ഇത് 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് കുതിർത്തിയെടുക്കുക. എന്നിട്ട് ആ ഒരു 1/4 കപ്പ് വെള്ളം ഈ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെമ്മീനിൽ അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രേവി കൂടി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ചെമ്മീനിൽ വെന്ത് വരുമ്പോൾ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അധികമായിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ ഇത് റബ്ബർ പോലെ ആവും, ചെമ്മീൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അത് തിളക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു പകുതി സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അധികം ഓവറായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സവാള താല്പര്യമില്ലാതെ ചുവന്നുള്ളി തന്നെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചുവന്നുള്ളി ചേർത്തി കൊടുത്താൽ മതി. ഞാൻ ഇവിടെ പകുതി സവാളയും പകുതി ചുവന്നുള്ളിയായിട്ടാണ് ചേർത്തി കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് പകുതി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സവാള താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചുവന്നുള്ളിയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്തി കൊടുത്താൽ മതി. ചുവന്നുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ രണ്ടും പകുതിയായിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളിതുപോലെ മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നാലേ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നാടൻ ഇഞ്ചി വെളുത്തുള്ളി ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതക്കിയിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് നടുമുറിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് താല്പര്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുളകിനനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കളറൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, അതും കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചെമ്മീനും അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വേവിക്കാനായിട്ട് അധികം ടൈം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ആകുമ്പോഴത്തേനും പെട്ടെന്ന് വെന്ത് വരും ചെമ്മീൻ. അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ ഇരിക്കണം. നല്ല ഹാർഡായി പോയി കഴിഞ്ഞാൽ മസാല ഒന്നും കറക്റ്റായിട്ട് പിടിക്കില്ല. അതുപോലെ തന്നെ ചെമ്മീൻ വേവിക്കുമ്പോൾ അധികം വെള്ളം ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഇറങ്ങി വരും. അപ്പോഴാണ് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുക. ഈ പെരിഞ്ജീരകം അതുപോലെ തന്നെ ഉലുവ പൊടിച്ചതൊക്കെ ഇടുമ്പോൾ നമ്മൾ ഈ ഒരു മസാല ഒക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂണ് ഉലുവ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉലുവയുടെയും അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ മണമൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ചിട്ടുള്ള ചെമ്മീൻ്റെ ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറി ടൈപ്പാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ
കുറച്ച് തിളച്ച വെള്ളം, നിങ്ങൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ മാത്രമേ ഇതിൽ ഉപ്പിട്ടിട്ടുള്ളൂ, മസാലയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്ന ചെമ്മീൻ്റെ ആ ഒരു സ്റ്റോക്ക് നന്നായിട്ട് തിളച്ച് അതിൻ്റെ മുകളിലെ എണ്ണയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മസാലയും ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഈ ചെമ്മീനിൽ മസാലയും അതുപോലെ തന്നെ ആ ഒരു പുളിയും എല്ലാതും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ആ ഒരു സമയം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചെമ്മീനും മസാലയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സൈഡിൽ എണ്ണയൊക്കെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ്. ചെറിയൊരു പുളിയും എരിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റൈസിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്